ഭൂമിയും ഭൂമിയുടെ ഉള്ളിലെ ഓരോ ജീവജാലങ്ങളും ദൈവത്തിന്റെ സൃഷ്ടി. എന്നാൽ ഭൂമിയിൽ ഭയമെന്നുള്ളത് ചെകുത്താന്റെ സൃഷ്ടി. എന്നാൽ ചെകുത്താനും ദൈവവും മനുഷ്യ സൃഷ്ടിയാണെന്ന് ആരും അറിയുന്നില്ല. പച്ചപ്പട്ട് വിധാനിച്ചതുപോലെയുള്ള മലനിരകൾ താണ്ടി ഒരു കുടുകുടാ ശബ്ദം മുഴക്കി ഒരു ബുള്ളറ്റ് ബൈക്ക് വരുന്നു. അതിലിരിക്കുന്ന ആളാണ് സഞ്ജീവ്. 30 മുകളിൽ പ്രായം തോന്നിക്കും. കണ്ടാൽ തടിയുള്ള കൂട്ടത്തിലാണ്. കട്ട താടിയും മീശയുമുള്ള അയാളുടെ വേഷം ഒരു കറുത്ത ജാക്കറ്റാണ്. കണ്ണിലൊരു കണ്ണടയുമുണ്ട്. മുഖം കാണുന്ന രീതിയിലുള്ള ഹെൽമറ്റാണ് ധരിച്ചിരിക്കുന്നത്. വളവുകളും തിരിവുകളും താണ്ടി ബുള്ളറ്റ് മലനിരകൾ കീഴടക്കുമ്പോൾ കൂട്ടിന് ഈറൻ കാറ്റും ചെറിയ മഴയുമുണ്ട്. അയാളുടെ കണ്ണുകൾ ചുവന്നു തുടുത്ത പോലെയാണ്. വണ്ടി റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങി പിന്നിട്ട താഴ്വാരങ്ങളിലേക്ക് നോക്കി അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു വലിച്ച് ഓരോ തവണ പുകയെടുത്ത് പുറത്തേക്ക് ഊതി വിടുമ്പോഴും അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഒടുവിൽ ആ സിഗരറ്റ് വലിച്ചു തീർത്തുകൊണ്ട് അയാൾ വണ്ടിയെടുത്തു. ദൂരെ മഴമേഘങ്ങൾ കൂട്ടിമുട്ടി ഇടിവെട്ടുന്നുണ്ടായിരുന്നു. സമയം അപ്പോൾ വൈകുന്നേരം 4 മണിയാകാറായി. ചുറ്റും മൂടൽമഞ്ഞു പൊതിഞ്ഞ ഒരവസ്ഥ. വണ്ടി ഓടിച്ചുകൊണ്ട് അയാൾ ഒരു തടാക തീരത്തിന്റെ അടുത്തെത്തി. വണ്ടി സ്റ്റാൻഡിട്ട് വെച്ച ശേഷം തണുത്ത വെള്ളത്തിൽ അയാൾ മുഖം കഴുകി. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ആരടാ അവിടെ? സഞ്ജീവ് ഞെട്ടി ചുറ്റും നോക്കി. ഒരു ചങ്ങാടത്തിൽ വരുന്ന കടത്തുകാരനാണ് അത്. ആ ചങ്ങാടത്തിൽ കുറച്ച് വിറകുമുണ്ട്. കടത്തുകാരൻ വീണ്ടും ചോദിച്ചു, ആരടാ നീ? ആത്മഹത്യ ചെയ്യാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ? കയ്യിലിരുന്ന ടവൽ വെച്ച് മുഖമൊന്ന് തുടച്ചിട്ട് സഞ്ജീവ് പറഞ്ഞു, ചേട്ടായി, ഞാൻ ആത്മഹത്യ ചെയ്യാൻ വന്നതല്ല. ഇതിലെ പോയപ്പോൾ ക്ഷീണം കൊണ്ടൊന്ന് ഉറങ്ങി മുഖം കഴുകിയതാ. കടത്തുകാരൻ: ആണോ? അല്ല, സാധാരണ ഈ വഴിക്ക് ആത്മഹത്യ ചെയ്യാൻ വരുന്നവരാണ് കൂടുതലും. പിന്നെ ഇവന്റെയൊക്കെ ശവത്തിന് പോലീസ് ഏമാന്മാൻ വരുന്നത് വരെ കാവൽ നിൽക്കാൻ ഞാനും. നെറ്റി ചുളിച്ചുകൊണ്ട് സഞ്ജീവ് ചോദിച്ചു, അതെന്താ ചേട്ടാ, ഇവിടെ അധികവും ആത്മഹത്യ നടക്കുന്നു എന്ന് പറഞ്ഞ്? കടത്തുകാരൻ: എന്റെ പൊന്നു കുഞ്ഞെ, ഈ ആളൊഴിഞ്ഞ പ്രദേശത്ത് പിന്നെ എന്തിനാ ആളുകൾ വരുന്നേ? സഞ്ജീവ്: അപ്പൊ ചേട്ടൻ വന്നതോ? കടത്തുകാരൻ: അയ്യോ കുഞ്ഞെ, എന്റെ വീട് ഇവിടുന്ന് അല്പം മാറി പടിഞ്ഞാറ് ഭാഗത്താണ്. ഞാൻ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് അല്പം വിറക് ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയതാ. അല്ല, മുൻപ് കുഞ്ഞിനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എവിടെന്നാ? എങ്ങോട്ടാ യാത്ര? സഞ്ജീവ്: ഓ, ഞാനൊരു കഥാകൃത്താണ് ചേട്ടാ. എവിടെയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരുന്ന് കഥ എഴുതാൻ വേണ്ടി വന്നതാണ്. നാട്ടിലെ തിരക്ക് പിടിച്ച ജീവിതവും എല്ലാം മടുത്തു. കടത്തുകാരൻ: ആഹാ, ഒരു കണക്കിന് അത് നല്ലതാ. ആട്ടെ, ഈ വഴിക്ക് എങ്ങോട്ടാ യാത്ര? സഞ്ജീവ്: ഞാനിവിടെ അടുത്ത് ഒരു ബംഗ്ലാവുണ്ടല്ലോ, അങ്ങോട്ടാണ് യാത്ര. കടത്തുകാരൻ: ഏത് ബംഗ്ലാവാ കുഞ്ഞെ? സഞ്ജീവ്: ഒരു വോൾഗ വില്ല എന്ന് പറഞ്ഞിട്ട്. കടത്തുകാരൻ: ഇതിലും ഭേദം മോൻ ആത്മഹത്യ ചെയ്യുന്നതാ. സഞ്ജീവ്: എന്താ ചേട്ടാ, എന്താ പ്രശ്നം? കടത്തുകാരൻ: എന്താ പ്രശ്നമെന്നോ? 1930 കാലഘട്ടത്തിൽ പണിതീർത്ത ബംഗ്ലാവാണത്. പണ്ടുകാലം മുതൽക്കേ ഒത്തിരി ദുർമരണങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ദേ, ഈ വഴിക്ക് നേരെ ഒരു 10 കിലോമീറ്റർ കാടിന്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചാൽ ഈ വഴി രണ്ടായി തിരിയും. ഇടത്തേക്ക് തിരിഞ്ഞാൽ ബംഗ്ലാവിലേക്ക് പോകാം. വലത്തേക്ക് തിരിഞ്ഞാൽ ഉൾക്കാട്ടിലൂടെ 10-60 കിലോമീറ്റർ ചെന്ന് അവസാനിക്കുന്നത് കാമാത്തിപ്പുഴ എന്നൊരു ചെറിയ ഗ്രാമത്തിലാണ്. ഈ 2 വഴിയിലും അപകട മരണങ്ങൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. താൻ ഇപ്പോൾ പോകുന്ന ആ ബംഗ്ലാവിൽ പ്രേതശല്യം ഉണ്ടെന്നാണ് ഇന്ന് നാട്ടുകാരുടെ വിശ്വാസം. കാരണം അത്തരം അവിശ്വസനീയമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. എന്തിനധികം പറയുന്നു, കഴിഞ്ഞ മാസം ഒരു 3 പെൺകുട്ടികളും 4 ചെക്കന്മാരും കൂടി അവധിക്കാലം ആഘോഷിക്കാൻ വന്നു തിരിച്ചുപോയപ്പോൾ 4-3 7 പേരിൽ ആകെ കിട്ടിയത് 5 പേരുടെ ശവം മാത്രം. ബാക്കി 2 പേരെ ഇതുവരെ കണ്ടുപിടിക്കാൻ പോലീസിന് പോലും കഴിഞ്ഞിട്ടില്ല. സഞ്ജീവ്: അവർക്കെന്താ സംഭവിച്ചത്? കടത്തുകാരൻ: ഒന്നും അറിയില്ല കുഞ്ഞെ. 2 പേരുടെ ശവം ബംഗ്ലാവിൽ നിന്ന് കിട്ടി. ബാക്കി 3 പേരുടെ ശവം അവരുടേതാണെന്ന് പോലും അറിയാൻ കഴിയാത്ത വിധം ജീർണിച്ച അവസ്ഥയിലായിരുന്നു. ആ 3 ബോഡിയും കിട്ടിയത് ആ ബംഗ്ലാവിന്റെ കിഴക്ക് വശം മാറി ഒരു കുളമുണ്ട്, അവിടെ നിന്നാണ്. ബാക്കി കാണാതായ 2 പേരുടെ ബോഡിയൊന്നും കിട്ടിയില്ല. പക്ഷേ അവരിൽ ഒരാളിന്റെ ബാഗും സാധനങ്ങളും കാമാത്തിപ്പുഴയിലോട്ടുള്ള വഴിയിൽ നിന്ന് 1/2 കിലോമീറ്റർ മാറി ഉൾവനത്തിൽ നിന്നാണ് കിട്ടിയത്. അവർ സഞ്ചരിച്ച ജീപ്പ് പോലും ആ പരിസരത്ത് കാണാനില്ല. എങ്ങോട്ടാണ് പോയതെന്ന് പോലും അറിയില്ല. ഇനി പ്രേതം പിടിച്ചിട്ടില്ലെങ്കിൽ കൂടി അവരെ വന്യമൃഗങ്ങൾ വേട്ടയാടി കാണും.
സഞ്ജീവ്: യോ, പട പേടിച്ചു വന്നപ്പോൾ പന്തം കൊളുത്തി പട എന്ന ഗതിയായല്ലോ ഈശ്വര. അല്ല ചേട്ടായി, ഇവിടെ അടുത്ത് തങ്ങാൻ വേറെ സ്ഥലം വല്ലതുമുണ്ടോ? കടത്തുകാരൻ: മോൻ വന്ന വഴി തിരികെ പോയാൽ ഒരു ടൗണുണ്ട്, അവിടെ ചിലപ്പോൾ ഉണ്ടാകും. സഞ്ജീവ്: അതൊരു 100 കിലോമീറ്ററിന് പുറത്ത് കാണുമല്ലോ. ഷെടാ, ഇനിയിപ്പോ എന്താ ചെയ്യുക? സാരമില്ല. അല്ല, ഇവിടെ അടുത്തൊരു പെട്രോൾ പമ്പ് കാണുമോ? കടത്തുകാരൻ: ആ, അതാണേലുണ്ട്. അല്പം കൂടി മുന്നോട്ട് പോയി ആ വളവ് തിരിഞ്ഞാൽ കാണുന്നത് ഒരു പെട്രോൾ പമ്പാണ്. വേഗം വിട്ടോ, 5:30 ആയാൽ അടച്ചിട്ട് അയാൾ വീട്ടിൽ പോകും. സഞ്ജീവ്: എന്നാൽ ആദ്യം ഇന്ധനം ഒപ്പിക്കാനുള്ള വഴി നോക്കാം, എന്നിട്ട് എന്തായാലും മുന്നേ തന്നെ പോകാം. കടത്തുകാരൻ: അപ്പൊ ചാകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? സഞ്ജീവ്: ഏയ്, അങ്ങനൊന്നുമില്ല. എനിക്ക് ദൈവത്തിന്റെ കാര്യത്തിൽ ഒരു വിശ്വാസവുമില്ല. പിന്നെയല്ലേ ചെകുത്താൻ. നമ്മളെ പോലുള്ള സഹജീവികൾ അറിയാതെ ഒന്നും സംഭവിക്കില്ലെന്നേ. കടത്തുകാരൻ: അല്ല, എന്താ കുഞ്ഞിന്റെ പേര്? എന്റെ പേര് സഞ്ജീവ് എന്നാണ്. ചേട്ടയുടെ പേരെന്നാ? കടത്തുകാരൻ: മത്തായി എന്നാ. അടുപ്പമുള്ളവർ മത്തായച്ചൻ എന്ന് വിളിക്കും. സഞ്ജീവ്: അപ്പൊ ശരി മത്തായിച്ച, ഞാൻ അങ്ങോട്ട് ചലിക്കുക. കടത്തുകാരൻ: ശരി കുഞ്ഞെ, പിന്നീട് എപ്പോഴെങ്കിലും കാണാം എന്ന് പറഞ്ഞ് അയാൾ ചങ്ങാടം തുഴഞ്ഞു നീങ്ങി. സഞ്ജീവ് അയാൾ ദൂരത്തേക്ക് മറയുന്നത് നോക്കി നിന്നു. എന്നിട്ടൊരു ദീർഘനിശ്വാസമെടുത്ത് ചുറ്റുമൊന്ന് നോക്കി. ഇരുട്ടി വീഴാൻ തുടങ്ങിയിരിക്കുന്നു. സഞ്ജീവ് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി ബൈക്ക് എടുത്ത് റോഡിൽ കയറി നേരെ പെട്രോൾ പമ്പ് ലക്ഷ്യമാക്കി പോയി. കുറച്ചു ദൂരം പിന്നിട്ട സഞ്ജീവ് ഒരു വളവിനോട് ചേർന്ന് ഒരു പെട്രോൾ പമ്പ് കണ്ടു. അവിടേക്ക് കയറി മുഷിഞ്ഞ ഒരു കുപ്പായം ധരിച്ച ഒരു അമ്മാവൻ അവിടെ ഇരിക്കുന്നു. സഞ്ജീവ് അമ്മാവനോടെ പറഞ്ഞു: അമ്മാവ, ഒന്ന് ഫുൾ ടാങ്ക് ആക്കിയേക്കണേ. അമ്മാവൻ: ആ ശരി എന്ന് പറഞ്ഞ് എണീറ്റ് വന്ന് പെട്രോൾ അടിച്ചു. കാശും കൊടുത്തിട്ട് സഞ്ജീവ് പറഞ്ഞു: ഇവിടുന്ന് ഈ വോൾഗ വില്ലിയിലേക്ക് പോകാൻ നേരെ പോയാൽ മതിയല്ലോ അല്ലേ? അമ്മാവൻ മുഖത്ത് നോക്കാതെ കൈകൊണ്ട് അതെ അതെ എന്ന് കാണിച്ചു. സഞ്ജീവ് അതൊരു നമ്പർ ഇറക്കി നോക്കിയതാ, അമ്മാവനുമുണ്ടോ എന്തെങ്കിലും പറയാനെന്ന്. പക്ഷേ അമ്മാവൻ സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന നിലപാടിലായിരുന്നു. സഞ്ജീവ് തന്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് എടുക്കുന്നതുവരെയും അമ്മാവനെ തന്നെ നോക്കി. അയാൾ സഞ്ജീവിനെ ശ്രദ്ധിക്കുന്നേയില്ലായിരുന്നു. സഞ്ജീവ് മുന്നോട്ട് പോയതും ഒരു വെള്ളിടി വെട്ടിയ പോലെ ആ അമ്മാവൻ ഭയമാർന്ന തന്റെ ചോര കണ്ണുകൾ കൊണ്ട് പൈശാചികപരമായി സഞ്ജീവിനെ നോക്കി. ഇതൊന്നും അറിയാതെ സഞ്ജീവ് മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പോയി പോയി വണ്ടി നേരെ ഉൾക്കാട്ടിൽ ചെന്നെത്തി. കുറെ ദൂരമായി പോകുന്നു, എങ്ങും എത്തുന്നില്ല. അങ്ങനെ വണ്ടി നിർത്തി ഒന്നിനു പോകാം എന്ന് കരുതി. കാടല്ലേ, നിറച്ചും ഇഴജന്തുക്കൾ വല്ലതും ഉണ്ടെങ്കിലോ എന്ന് കരുതി ഒരു വഴിവിളക്കിന്റെ അടുത്തായി ബൈക്ക് നിർത്തിയിട്ട് നേരെ ഇറങ്ങിച്ചെന്നു. കാര്യം കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു സിഗരറ്റ് കത്തിച്ചു വലിച്ചു. അപ്പോൾ പുറകിലായി എന്തോ ഒരു കാൽപെരുമാറ്റം. സഞ്ജീവ് സിഗരറ്റ് വലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് ചെന്ന് എന്താണെന്ന് നോക്കി. ഒന്നും കാണാനില്ല. ഒന്നുകൂടെ ചുറ്റും നോക്കി. ആ വിജനവീതിയിൽ സഞ്ജീവ് മാത്രം. എങ്ങും നിശബ്ദത. പെട്ടെന്നതാ ഒരു ജീപ്പ് റോഡിലൂടെ പാഞ്ഞു വന്ന് സഞ്ജീവിന്റെ അടുത്തായി നിന്നു. അതിൽ നിന്നും 3-4 പോലീസുകാർ പുറത്തിറങ്ങി വന്നു. എന്താ അവിടെ നിൽക്കുന്നേ? ആരാടോ താൻ? മനുഷ്യനെ മെനക്കെടുത്താൻ തനിക്കൊരു ഇടവും കിട്ടിയില്ലേ രാത്രി വന്നു നിന്ന് സിഗരറ്റ് വലിക്കാൻ? സ്ഥലം എസ് ആയിരുന്നു അത്. സഞ്ജീവ് വിക്കി വിക്കി പറഞ്ഞു: അല്ല സാർ, ഞാനൊരു കഥ. എസ് ഐ: എന്ത് കഥ? ഇവിടെ നിന്ന് കറങ്ങിയാൽ തന്റെ കഥ ഇല്ലാതാകും. എടോ കോൺസ്റ്റബിൾ, ദേ ഇവരെ ഒന്ന് ഊതിപ്പിച്ചേ. സഞ്ജീവ്: അയ്യോ സാറേ, ഞാൻ കഴിച്ചിട്ടില്ല. കോൺസ്റ്റബിൾ: ആ, ആദ്യം നീ ഒന്ന് ഊതിക്കേ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സഞ്ജീവ് ആ മിഷനിലേക്ക് ഊതി. കഴിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എസ് ഐ പറഞ്ഞു: താനെന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? സഞ്ജീവ്: സാർ, എന്റെ പേര് സഞ്ജീവ്. ഞാനൊരു തിരക്കഥാകൃത്താണ്. നാട്ടിൽ നിന്നും നല്ല ഒരു സ്ഥലം നോക്കി സെലക്ട് ചെയ്ത് കഥ എഴുതാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് താമസിച്ചു. എനിക്കിവിടത്തെ ആ വോൾഗ ബംഗ്ലാവിലേക്കാണ് പോകേണ്ടത്. എസ് ഐ: വോൾഗ ബംഗ്ലാവിലേക്കോ? ആ, ഇന്നിനി എന്തായാലും പോകാൻ പറ്റില്ല. എടോ കോൺസ്റ്റബിൾ, ഇയാളുടെ ബൈക്ക് എടുക്ക്. എന്താ പേര് പറഞ്ഞേ? സഞ്ജീവ്. ആ, മിസ്റ്റർ സഞ്ജീവ്, താൻ ജീപ്പിൽ കയറൂ. ഇന്നിനി ഈ വഴി നിങ്ങളെ വിടാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നേരെ സ്റ്റേഷനിൽ വന്നിട്ട് നാളെ പകൽ നിങ്ങൾക്ക് ഈ വഴി പോകാം. വേഗം കയറൂ. സഞ്ജീവ്: അത് സാർ, ഞാൻ. എസ് ഐ: നിന്ന് ചിണുങ്ങാതെ കയറണം മിസ്റ്റർ. സഞ്ജീവ് തന്റെ ബാഗ് എടുത്തുകൊണ്ട് ജീപ്പിൽ കയറി. കോൺസ്റ്റബിൾ ബൈക്ക് എടുത്തു. അവർ അവിടെ നിന്ന് തിരിച്ച് നേരെ സ്റ്റേഷനിലെത്തി.
സൂര്യകിരണങ്ങൾ കണ്ണിൽ തട്ടി തടഞ്ഞപ്പോഴാണ് സഞ്ജീവ് ഉണർന്നത്. ഇന്നലത്തെ യാത്രാക്ഷീണം ഒന്ന് മാറ്റാനോ കുളിക്കാനോ പോലും കഴിഞ്ഞിട്ടില്ല. കണ്ണു തുറന്ന സഞ്ജീവ് ചുറ്റും നോക്കി. എസ് ഐ രാജ്കുമാർ അവിടെ എങ്ങുമില്ല. സുഗുണൻ സാറും രവി സാറും ഇരുന്ന് ചായ കുടിക്കുന്നു. ഇന്നലെ രാത്രി കൊണ്ടുവന്നവർ ലോക്കപ്പിൽ തന്നെയുണ്ട്. പതിയെ എഴുന്നേറ്റ് വരുന്ന സഞ്ജീവിനോട് സുഗുണൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നടോ ഇന്നലത്തെ ഉറക്കമൊക്കെ? കൊതുകിന്റെ ശല്യം കൂടുതലായിരുന്നു കാണും അല്ലേ? സഞ്ജീവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഏയ് അങ്ങനെയൊന്നുമില്ല, ഞാൻ എത്രയോ തവണ കാട്ടിലൊക്കെ കിടന്നുറങ്ങിയിട്ടുള്ളതാണ്. ഇത് കേട്ട സുഗുണൻ, ആ രാവിലെ എണീറ്റതും തള്ളു തുടങ്ങി. സഞ്ജീവ്, ഓ ഒന്ന് പോ സാറേ അവിടുന്ന്. സത്യം പറഞ്ഞാലും നിങ്ങൾ പോലീസുകാർ തള്ളായിട്ടേ കണക്കാക്കൂ. സുഗുണൻ, ഉവ്വ ഉവ്വ. സഞ്ജീവ്, അല്ല സാറേ, രാജ്കുമാർ സാർ എങ്ങോട്ട് പോയി? സുഗുണൻ, അങ്ങേരും മനുഷ്യനല്ലേ, രാവിലത്തെ മൂഡ് ശരിയാക്കാൻ വീട്ടിൽ പോയതാ. സഞ്ജീവ്, എന്നിട്ട് മൂടും കൊണ്ട് എപ്പോ വരും ഇനി? എനിക്ക് പോകണമായിരുന്നു. സുഗുണൻ, ഇപ്പൊ വരും, വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്ന് വിളിച്ചു പറഞ്ഞു. രാവിലെ തന്നെ ഇവന്മാരുടെ കാര്യം ഒരു തീരുമാനമാക്കണമല്ലോ. പുറത്ത് ഒരു ഇന്നോവ കാറ് വന്നു നിൽക്കുന്നു. ഇത് കണ്ട രവി, എടോ സുഗുണ, പണി പാളി കേട്ടോ. ദേ MLA ശിവദാസൻ സാർ വരുന്നു. ഇന്നിവിടെ എന്തേലുമൊക്കെ നടക്കും. സുഗുണൻ, ശരിയാ ശരിയാ. MLA, SI സാറുണ്ടോ അകത്ത്? സുഗുണൻ, ഇല്ല, പുള്ളി വരുന്നതേ ഉള്ളൂ സാർ. MLA, ഇന്നലെ എന്റെ മകനെ ഇവിടെ പിടിച്ചുകൊണ്ടുവന്നു എന്നറിഞ്ഞു. രവി, സാറേ അത് ആള് മാറി ചെയ്തു പോയതാ. MLA, അവനെവിടെയാ? സുഗുണൻ, അവർ അകത്തുണ്ട്, സാർ വന്ന് ഇരുന്നാട്ടെ. MLA സഞ്ജീവനെ ഒന്ന് നോക്കി ചിരിച്ചിട്ട് നേരെ ചെന്ന് കസേരയിലിരുന്നു. അപ്പോഴേക്കും രാജ്കുമാർ എത്തി. രാജ്കുമാർ, ഡോ സുഗുണ, ആരാടോ രാവിലെ തന്നെ ആ പുറത്ത് കിടക്കുന്ന കാർ ആരുടെയാ? സുഗുണൻ, സാറേ MLA സാർ വന്നിട്ടുണ്ട്. രാജ്കുമാർ, ഓ. അകത്ത് കയറി വന്ന രാജ്കുമാർ MLA സാറിന് ഒരു സല്യൂട്ട് കൊടുത്തിട്ട് നിന്നു. MLA, രാജ്കുമാർ എന്നാണല്ലേ പേര്? അതെ സർ. MLA, പേടിക്കണ്ട, ഞാൻ വഴക്കനായി വന്നതൊന്നുമല്ല. നിങ്ങളുടെ മുന്നിൽ ഇപ്പോ ഒരു MLA ആയിട്ടുമല്ല ഞാൻ നിൽക്കുന്നത്. ഇന്നലെ ശരിക്കും എന്താ ഉണ്ടായത്? രാജ്കുമാർ, സാറേ, സാറിന്റെ മകനും കൂട്ടുകാരും മദ്യപിച്ച് ബോധമില്ലാതെ ആ വോൾഗ ബംഗ്ലാവിലേക്ക് പോകാനായി കാട്ടിലേക്ക് പോകുന്ന വഴിയിൽ കയറി. അവർ ചെക്ക് പോസ്റ്റിൽ പോലും കൈ കാണിച്ചിട്ട് വണ്ടി നിർത്തിയില്ല. എന്നിട്ട് അന്വേഷിച്ചു ചെന്ന ഞങ്ങൾ കണ്ടത് 4 പേരുള്ള സംഘത്തിൽ 3 പേര് ഒരുത്തനെ തോളിൽ ചുമന്ന കാടിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ്. മദ്യപിച്ച് ലെക്ക് കെട്ട കൂട്ടത്തിലെ ഒരുത്തൻ മറിഞ്ഞു താഴേക്ക് വീണു. വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ചോദ്യം ചെയ്തപ്പോ സാറിന്റെ മകനാണെന്നും എന്റെ തൊപ്പി തെറിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് ഭീഷണി. MLA, രാജ്കുമാർ മാപ്പാക്കണം. ലോകത്ത് ഒരച്ഛനും അനുഭവിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു രീതിയിലൂടെ ജീവിച്ചു പോവുകയാണ് ഞാനിപ്പോ. കാരണം എന്റെ മകൻ തന്നെ. അവന്റെ ദേഷ്യം ആരോട് എങ്ങനെ പെരുമാറണമെന്നറിയില്ല. അമ്മയില്ലാതെ വളർന്നു വന്ന അവനെ ഒരുപാട് ലാളിച്ചു വഷളാക്കി. അതെന്റെ തെറ്റാണ്. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിയുമായി അവൻ ഇഷ്ടത്തിലായി. അവൾ മരിച്ചുപോയി. അതിനുശേഷം ആകെ വല്ലാത്തൊരവസ്ഥയിലിരുന്ന അവനെ ഒന്ന് മാറ്റിയെടുക്കാനാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. അവനൊരു കുഴപ്പക്കാരനൊന്നുമല്ല. രാജ്കുമാർ, അതല്ല സാർ, ഞാൻ ഇന്നലെ അങ്ങനെ ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് താങ്കൾക്ക് അവനെ നഷ്ടമായേനെ. ഞെട്ടലോടെ ശിവദാസൻ രാജ്കുമാറിനെ നോക്കുന്നു. രാജ്കുമാർ, അതെ സാർ, കഴിഞ്ഞ 1.5 മാസമായി ഇവിടെ സംഭവിച്ചത് 12 ദുർമരണങ്ങളാണ്. എങ്ങനെ മരിച്ചു, എന്തിനു മരിച്ചു, ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നൊന്നും അറിയില്ല. അസമയത്ത് ആ വഴിയുള്ള യാത്ര സംഭവിച്ചതാണ് മിക്കതും. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നത്. MLA, അവന്റെ ജീവൻ രക്ഷിച്ചതിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. പക്ഷേ അവന്റെ മേലിൽ കേസൊന്നും ചുമത്തരുത്. അവന്റെ മോശം പെരുമാറ്റത്തോട് ഞാൻ സാറിനോട് മാപ്പ് ചോദിക്കുന്നു. അവനെ റിലീസ് ചെയ്യണം. ഇതെന്റെ ഒരു അപേക്ഷയാണ്. രാജ്കുമാർ, ഹേ ഒന്നുമില്ല, സാറിന് കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ, അത് മതി. ഞാൻ സാറിനെ കുറിച്ച് കേട്ടത് ഇങ്ങനെ സോഫ്റ്റ് മൈൻഡുള്ള ആള് എന്നല്ല. MLA, പറയുന്നവർക്ക് എന്താ പറയാൻ പാടില്ലാത്തത്? അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇതിന് പ്രത്യുപകാരമായി രാജ്കുമാറിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാം. എപ്പോഴും എന്നിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കാം. രാജ്കുമാർ, താങ്ക് യു സർ. ആ സുഗുണ, അവരെ റിലീസ് ചെയ്യ. സുഗുണൻ എല്ലാവരെയും റിലീസ് ചെയ്തു. രാജ്കുമാർ, ഇനിയെങ്കിലും നിങ്ങൾ സ്വന്തം ജീവന് വില കൽപ്പിക്കാതെ നടക്കരുത്. ഇതൊരു പോലീസുകാരൻ പറയുന്നതായിട്ട് കാണണ്ട, ഒരു ചേട്ടൻ പറയുന്നതായിട്ട് കണ്ടാൽ മതി. അവർ 4 പേരും തല കുനിച്ചു നിന്ന് മൂളി. രാജ്കുമാർ, എന്നാ ശരി, ഇനി നിങ്ങൾ പൊയ്ക്കോ. MLA, ശരിയപ്പോ, എന്നാ ഞാനങ്ങോട്ട്.
രാജ്കുമാർ ശരി സാറേ, പോയിട്ട് വരൂ. MLA ഇതാണ് എൻ്റെ നമ്പർ, എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാൻ മടിക്കണ്ട. രാജ്കുമാർ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ അവർ 4 പേരും പുറത്തിറങ്ങി. ശിവദാസനോടും രാജ്കുമാറിനോടും യാത്ര പറഞ്ഞ് അവർ അവരുടെ യാത്ര തിരിച്ചു. രാജ്കുമാർ ഡോ രവി, താനിങ്ങ് വന്നേ. രവി എന്താ സാറേ? രാജ്കുമാർ ഇന്നലെ താൻ എന്തുവാ പറഞ്ഞത്? ആ MLA ഒടുക്കത്തെ കലിപ്പാണെന്നൊക്കെയല്ലേ? രവി അല്ല, സാധാരണ ഈ MLA-മാരൊക്കെ കലിപ്പാണല്ലോ സാറേ. സാർ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? രാജ്കുമാർ പരമ കഷ്ടം തന്നെ. സിനിമ ആണോടോ ജീവിതം? ഊന്നുപോയെന്ന് അറിഞ്ഞാൽ മതി, പറന്നു പോയെന്ന് പറഞ്ഞ് നടന്നോണം. പോയി വണ്ടിയെടുക്ക്, ഇന്നലെ ആ വികാരി അച്ഛൻ പറഞ്ഞ മാൻ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ പോണം. രവി ശരി സാർ. ഇതെല്ലാം നോക്കി നിന്ന സഞ്ജീവ് സാറേ എന്റെ കാര്യം. രാജ്കുമാർ താൻ പോയില്ലേ? താൻ പൊക്കോടോ, ഞാൻ കരുതി താൻ പോയി കാണുമെന്ന്. സഞ്ജീവ് ശരി സാറേ, എന്നാ പിന്നെ ഞാനങ്ങോട്ട് പോവുക. രാജ്കുമാർ ഡോ സഞ്ജീവൻ, പിന്നെ താൻ പോകുന്ന സ്ഥലവും അവന്മാർ പോകുന്ന സ്ഥലവും ഒന്നാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവന്മാരെ ഒന്ന് ശ്രദ്ധിച്ചോണം. എന്നിട്ട് പ്രശ്നം വല്ലതും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം, കേട്ടല്ലോ? സഞ്ജീവ് അത് ഞാൻ നോക്കിക്കോളാം സാർ. രാജ്കുമാർ എന്നാ ശരി, പിന്നീട് ഒരിക്കൽ കാണാം, പൊയ്ക്കോ. അങ്ങനെ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഇന്നലെ പാതിക്ക് വെച്ച് നിർത്തിയ യാത്ര സഞ്ജീവ് വീണ്ടും തുടർന്നു. വീണ്ടും കാനന പാതയിലൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് സഞ്ജീവ് മുന്നോട്ടു പോയി. ഇടയ്ക്കൊരു പെട്ടിക്കടയിൽ നിന്നും ഒരു കുപ്പി വെള്ളം വാങ്ങി മുഖം കഴുകി. എന്നിട്ട് ഒരു ചായ ചൂടോടെ കുടിച്ചു വീണ്ടും യാത്ര തുടർന്നു. കുറെ ദൂരം പിന്നിട്ട് മുന്നോട്ട് പോയപ്പോൾ ദേ പിള്ളേരുടെ കാർ ടയർ ഒരു കുഴിയിലായി എല്ലാവരും കൂടെ പുറത്തിറങ്ങി നിൽക്കുന്നു. സഞ്ജീവ് അവരുടെ അടുത്തെത്തി. സഞ്ജീവ് ഹലോ, എന്നെ മനസ്സിലായോ? ഇന്നലെ രാത്രി സ്റ്റേഷനിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന അനൂപ്. സാറെ മനസ്സിലായി. സഞ്ജീവ് എന്താ പറ്റിയേ? വിവേക് കാറിന്റെ ഒരു സൈഡ് കുഴിയിലായി. സഞ്ജീവ് അയ്യോ, ഇനി ഇതെങ്ങനെ വലിച്ചു മുകളിൽ കയറ്റും? വിജയ് നിങ്ങൾ പോലീസാണോ? സഞ്ജീവ് ഞാനൊരു സഞ്ചാരി. ഇന്നലെ നിങ്ങൾക്ക് മുമ്പ് ഇതിലെ വരേണ്ടിയിരുന്നതാ. പക്ഷെ പാതി വഴിക്ക് അവർ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഭാഗ്യത്തിന് ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. സണ്ണി ഞങ്ങൾ ഇന്നലെ ഇച്ചിരി ഓവറായിപ്പോയി. അനൂപ് അയ്യടാ ഞങ്ങളാ, നീയെന്ന് പറ, നീ ഒരുത്തൻ കാരണമാണ് എല്ലാം കുളവായത്. സഞ്ജീവ് അത് പോട്ടെ, വിട്ടുകളഞ്ഞേക്ക്. ഇന്നലെ ദൈവം ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത്. വിജയ് അതെന്താ അങ്ങനെ? സഞ്ജീവ് SI സാർ പറഞ്ഞത് കേട്ടതാ. കഴിഞ്ഞ 1.5 മാസമായി ഇവിടെ മൊത്തം 12 ദുർമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്ന്. അതും ഈ വഴിയിലൂടെ അസമയത്ത് യാത്ര ചെയ്ത ആളുകൾ. വിവേക് ശരിക്കും അങ്ങനെ സംഭവിച്ചോ? അനൂപ് എന്റെ അമ്മോ. സണ്ണി എന്നാ പിന്നെ വേഗം ഇതൊന്ന് ശരിയാക്കി എടുക്ക്, ഇവിടെ നിൽക്കണ്ട. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഇന്നലെ ആരോ എന്റെ തലയ്ക്ക് അടിച്ച പോലെയാ ഞാൻ വീണത്. സഞ്ജീവ് ആര്? സണ്ണി എനിക്കറിയില്ല, ഒരു ഓർമ്മയും കിട്ടുന്നുമില്ല. വിജയ് ഒക്കെ ഇവന്മാരുടെ തോന്നല. സഞ്ജീവ് അത് പോട്ടെ, എന്റെ പേര് സഞ്ജീവ്, ഞാനും വോൾഗാവില്ലിയിലേക്കാണ്. അനൂപ് എന്റെ പേര് സഞ്ജീവ്. അനൂപല്ലേ? ഇത് വിജയ്, വിവേക് ആൻഡ് ഫുൾ ടൈം തണ്ണിയായ സണ്ണി. അനൂപ് അതെ. സഞ്ജീവ് നിങ്ങൾ എല്ലാവരും എന്തു ചെയ്യുന്നു? വിജയ് എന്തു ചെയ്യാനാ, ജീവിതം അടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നു, ജോലിയൊന്നുമില്ല. സഞ്ജീവ് അപ്പൊ ഇന്നു മുതൽ നമ്മൾ ഫ്രണ്ട്സ്, ഓക്കെ. സഞ്ജീവ് ആദ്യം ഇവനെ ഒന്ന് പൊക്കിക്കൊണ്ടുവരാൻ നോക്കാം എന്നും പറഞ്ഞ് എല്ലാരും കൂടി ചേർന്ന് ഉന്തിയും തള്ളിയും ആ വണ്ടി കുഴിയിൽ നിന്ന് കരയ്ക്ക് കയറ്റി. സഞ്ജീവ് എന്നാ നേരെ വിട്ടോ. വിവേക് എടാ നിങ്ങൾ വിട്ടോ, ഞാൻ പുള്ളിയുടെ കൂടെ വന്നോളാം. ഇത്രയും സഹായിച്ചിട്ട് പുള്ളിയെ ഒറ്റയ്ക്കാക്കണ്ട. സഞ്ജീവ് ഈ ബാഗും സാധനങ്ങളും ഇരിക്കുമ്പോ നീ ഇനി എവിടെ ഇരിക്കുമെടാ? സണ്ണി അതിനല്ലേ ഇത് ഈ വണ്ടിയുടെ ഡിക്കി, ഈ ബാഗൊക്കെ അതിനകത്ത് വെച്ചാൽ പോരെ? സഞ്ജീവ് സാരമില്ല, അതൊന്നും വേണ്ട, വെറുതെ ബുദ്ധിമുട്ടാവും. എന്തിനാ വെറുതെ? അനൂപ് എന്തു ബുദ്ധിമുട്ട്? വിജയ് എന്തായാലും ഞങ്ങളുടെ ടീമിൽ ഒരു തലമൂത്ത ചേട്ടായി കിട്ടിയല്ലോ. വിവേക് ഡയലോഗ് അടിച്ച് നിൽക്കാതെ എല്ലാം എടുത്ത് വണ്ടിയിൽ കയറ്റടാ. സണ്ണി എപ്പോഴേ കയറ്റി. സഞ്ജീവ് അയ്യോ എടാ അതൊന്നും വേണ്ട. വിവേക് എന്റെ സഞ്ജീവേട്ടൻ നിങ്ങൾ അവിടെ മിണ്ടാണ്ടിരുന്നോളെ, ഇത് നമ്മുടെ ടീം സേറ്റു. സഞ്ജീവ് ശരി, നീയൊക്കെ എന്തോ കാണിക്ക്. സാധനങ്ങൾ എടുത്ത് കാറിൽ വെച്ചിട്ട് സഞ്ജീവിനോടൊപ്പം സണ്ണി കയറി. എല്ലാവരും കൂടെ ഒരുമിച്ച് തിരിച്ച് വോൾഗാവില്ലിയിലേക്ക് ആ കാടിന്റെ ഒരു വളവ് കഴിഞ്ഞു അവർ പോയതും അവർ നിന്ന സ്ഥലത്ത് വെച്ചിരുന്ന വഴികാട്ടി ബോർഡിൽ
ഒരു മിന്നൽ വന്നടിച്ച് അത് കത്തുന്നു. ദുരൂഹതയും മരണവും പതിയിരിക്കുന്ന ആ പ്രേതക്കോട്ടയിലേക്ക് ഒന്നും അറിയാതെ അവർ യാത്രയായി.